അതായത് ഒരു കൺവേർട്ടായ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് നോർത്ത് ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. അവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതാണ് ഞാൻ പല പല ആവർത്തി പറഞ്ഞത്. ഒരു സമയമുണ്ടാകും ഇന്ത്യയിൽ. ആ സമയമെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന സമയമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വളരെ മോശമായിട്ട് ദ്രോഹത്തോടെ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി, അവർ രാജാക്കന്മാരാകാൻ പോവുകയാണ്. അവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. കാരണം മെമ്പറിൻ്റെ എല്ലാ കൂടുതൽ അവരാണ് ഏറ്റവും കൂടുതൽ. അപ്പർ കാസ്റ്റ് 18-13% ബാക്കി മുഴുവനും ബാക്ക്വേർഡ് ക്ലാസ്സും OBC ആണ്. അവരുടെ കയ്യിലോട്ട് ഈ പവർ വന്നു കഴിഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റ് ഇല്ലാതായി. അവർക്ക് ഈ പവർ എങ്ങനെ കിട്ടുന്നു? ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ പവർ കിട്ടുന്നത്. അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സുപ്രീം കോർട്ടാണെങ്കിലും ഇവിടുത്തെ പൊളിറ്റീഷ്യനാണെങ്കിലും ഇവിടുത്തെ സംഘപരിവാരം ശ്രമിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നാളെ ഇന്ത്യ ഭരിക്കും. ഈ അപ്പർ കാസ്റ്റിന് സ്ഥാനമില്ലാതാകും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. കാരണം തമിഴ്നാട് ഭരിക്കുന്ന വേറെ പാർട്ടി, ആന്ധ്ര ഭരിക്കുന്ന വേറെ പാർട്ടി, നോർത്ത് ഈസ്റ്റ് വേറെ പാർട്ടികളാണ് ഭരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള അപ്പർ കാസ്റ്റിൻ്റെയും ലോവർ കാസ്റ്റിൻ്റെയും ഒക്കെ ഈ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ഉണ്ടാകുന്നൊരു രസകരമായ സംഭവമുണ്ട്. അവർക്ക് തന്നെ ആ ജോലി കൊടുക്കാൻ പറ്റത്തില്ല. അവർ ട്രൈബ്സാണ്, അവർ ബാക്ക്വേർഡ് ക്ലാസ്സാണ്, അവർക്കേ ജോലി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ മണിപ്പൂരിലുണ്ടായ മൈത്തി കമ്മ്യൂണിറ്റിയുടെ ഡിമാൻഡായിരുന്നു. കാരണം അവർ അപ്പർ കാസ്റ്റാണ്, അവർക്ക് ലോവർ കാസ്റ്റിലോട്ട് വരണം. അത് നടത്തി കൊടുക്കാൻ ആദ്യം അവിടുത്തെ ജഡ്ജ് നടത്തി കൊടുത്തു. പിന്നീട് അത് ഒരു വട്ടം പിടിച്ച് ജഡ്ജ് അത് നടത്തി കൊടുത്തു. പിന്നീടുണ്ടായത് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. മനസ്സിലാക്കുക, ഒരു 4-5 വർഷമായിട്ട് ഇന്നും ആ പ്രക്ഷോഭം കെട്ടടങ്ങിയിട്ടില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ പല ആൾക്കാരുടെ ധാരണയുണ്ടായിരിക്കും അപ്പർ കാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു കൂട്ടരെ ഈ ലോവർ കാസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് അവർക്കും കൂടെ റിസർവേഷൻ കൊടുക്കാൻ. അതാണ് ഫ്ലോപ്പായി പോയത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതേപോലെയുള്ള ഓരോ ബില്ലുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഈ ബില്ലൊക്കെ നേരത്തെ അവതരിപ്പിച്ച ബില്ല്, ഇതിനകത്ത് യാതൊരു പ്രാധാന്യമൊന്നുമില്ല. ഇപ്പം പഞ്ചാബിൽ പോയിട്ട് അവിടെ അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഈ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, പഞ്ചാബികളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ വല്ലാതെ വയലൻ്റ് ആകും. അതുകൊണ്ട് അവിടെ പോയത് പറയത്തില്ല.